എല്ലാവർക്കും സലു കിച്ചണിലേക്ക് സ്വാഗതം. അപ്പം നമ്മുടെ നിസാറിക്കൊക്കെ 2 ദിവസം കൊണ്ട് കണ്ണിൽ എന്തോ വീണിട്ടാണെന്ന് പറയുന്നു, അറിയത്തില്ല, എന്തോ ഒരു പാട പോലെ തോന്നുന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പം നിസാറിക്ക പറഞ്ഞ് ഹോസ്പിറ്റലിൽ നിന്ന് അപ്പോയിൻമെൻ്റ് എടുക്കുക, അങ്ങോട്ടേക്ക് പോയി കാണിക്കാമെന്ന്. സാധാരണഗതിയിൽ നിസാറിക്ക അങ്ങനെ പെട്ടെന്നൊന്നും ഹോസ്പിറ്റലിൽ പോകുന്ന ഒരാളൊന്നും അല്ല. അപ്പം നമ്മളുടെ വീടിനടുത്ത് തന്നെ ആയതുകൊണ്ട് പിന്നെ നമുക്ക് വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അങ്ങനെ ഇപ്പം ഈ ഹോസ്പിറ്റലിലേക്ക് വന്നപ്പോഴേക്കും അവർ ചെക്കപ്പൊക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം ഞാൻ സനമോളും ഇവിടെ വെയിറ്റ് ചെയ്യാണ്. അങ്ങനെ നിസാറിക്കായ അവർ ചെക്കപ്പ് ചെയ്തിട്ട് ഇങ്ങോട്ട് വരാണ്. ഇനിയിപ്പം ഇവിടുത്തെ ഈ ചെക്കപ്പ് കഴിഞ്ഞിട്ടാണ് ഇനി ഡോക്ടറിൻ്റെ അടുത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോഴേക്ക് ഞങ്ങൾ ഇവിടെ ഇനിയിപ്പോൾ പേര് വിളിക്കാൻ കാത്തിങ്ങനെ ഇരിക്കണം. അതിനിടയിൽ സനമോള് എന്തൊക്കെയോ ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അവളുടെ ഭാഷയിൽ. അപ്പം നിസാറിക്ക വാപ്പാന്ന് പറയുമ്പോൾ ഞാൻ പറയുന്നുണ്ട് ഹോസ്പിറ്റലിലാണ്, മിണ്ടാതിരിക്കുക എന്നൊക്കെ ഞാൻ പറയുന്നുണ്ട്. പക്ഷെ അവൾ കേൾക്കോ? അപ്പം വീട്ടിൽ നിന്നേ നമ്മളുടെ അടുത്ത് ഇങ്ങനെ കരഞ്ഞ് വിളിച്ചപ്പോഴാണ് നിസാറിക്ക പറഞ്ഞെങ്കിൽ പിന്നെ മോളെയും കൂടി കൊണ്ടുപോകാന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊണ്ടുവന്നത്. പിന്നെ ഇത് കണ്ണിൻ്റെ ഹോസ്പിറ്റലില്ലേ, അതുകൊണ്ട് പിന്നെ വലിയ കുഴപ്പമൊന്നും ഇല്ലല്ലോ. അങ്ങനെ ഇപ്പം അവളിങ്ങനെ ഇരുന്ന് എന്താണെന്നൊന്നും മനസ്സിലാകാതിരിക്കുന്നുണ്ട്. അപ്പോഴേക്കും നിസാറിക്കയുടെ പേര് വിളിച്ചു. അങ്ങനെ ഇപ്പം നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് വന്നു. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ എന്തൊക്കെയോ വെച്ചിട്ട് ഇങ്ങനെ നോക്കിയ ശേഷം അവർ പറഞ്ഞു 1 മണിക്കൂർ മരുന്നൊഴിച്ചിട്ട് വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം നിസാറിക്ക വെയിറ്റ് ചെയ്യാണ്. നമ്മൾ രണ്ടുപേരും നടന്നു പോവാണ് അല്ലേ സന ബേബി? നമുക്ക് നടന്നു പോവാം വീട്ടിലോട്ട്. അങ്ങനെ ഹോസ്പിറ്റലിൽ നിസാറിക്ക മരുന്നൊഴിച്ചിട്ടിരിക്കുകയാണ്. അപ്പോൾ 1 മണിക്കൂർ അങ്ങനെ വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റി? ഞാൻ സന ബേബി ശരിക്കും നമുക്ക് നടന്നു വരുന്ന ദൂരേ ഉള്ളൂ കേട്ടോ. നമ്മൾ പക്ഷേ വണ്ടിയിലാണ് വന്നത്. അപ്പോൾ ഞാൻ നിസാറിക്കാർക്ക് പറഞ്ഞു 1 hour ഒന്നും മോളിരിക്കത്തില്ല. അവളിങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കും. നിസാറിക്ക ഇങ്ങനെ കണ്ണ് തുറന്ന് നോക്കാൻ ഇവൾ ഫോഴ്സ് ചെയ്തുകൊണ്ടിരിക്കണം. മരുന്നൊഴിച്ചത് കൊണ്ട് തന്നെ കണ്ണ് തുറക്കാൻ പറ്റത്തില്ല. അപ്പം ഞാൻ പറഞ്ഞു ശരി എന്നാൽ ഞങ്ങൾ നടന്ന് വീട്ടിലേക്ക് പോകാമെന്ന്. അല്ലേ മോനെ? മോള് ഇവിടെ നോക്കി ടാറ്റ പറഞ്ഞേ. ടാറ്റാ ടാറ്റ. ആദ്യമായിട്ടാണ് സനമോളെയും കൊണ്ട് ഞാനിങ്ങനെ നടക്കുന്നത് കേട്ടോ. നിസാറിക്കായ അവിടെ 1 hour കണ്ണിൽ മരുന്നൊഴിച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ 1 hour വെയിറ്റ് ചെയ്യണം എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മുടെ സനമോൾ എന്തായാലും 1 hour ക്ഷമിച്ച് അവിടെ ഇരിക്കത്തില്ല. ശരിക്കും നമ്മളുടെ വീട്ടിൻ്റെ അവിടുന്ന് നടന്നു വരുന്നൊരു ദൂരമേ ഉള്ളൂ. പക്ഷെ നമ്മൾ വണ്ടിയിലാണ് വന്നത് കേട്ടോ. അപ്പം ഞാൻ നിസാറിക്കടുത്ത് പറഞ്ഞു ഒരു കാര്യം ചെയ്യാം, ഞാനും മോളും കൂടി വീട്ടിലേക്ക് പോവാം. അപ്പം ഞങ്ങൾ നിസാറിക്ക പറഞ്ഞെങ്കിൽ പിന്നെ ഒരു ഓട്ടോ പിടിച്ചിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു അതിൻ്റെ ആവശ്യമില്ല, ഞാനും മോളും കൂടി നടന്ന് ഇങ്ങനെ പോവാന്ന് പറഞ്ഞു. അവളുമായിട്ട് കുറച്ച് ദൂരമുണ്ട് നടന്ന്. ആദ്യമായിട്ടാണ് ഞാനും സനമോളും കൂടി നടന്നിങ്ങനെ പോകണല്ലോ കേട്ടോ. അല്ലേ? അവളിങ്ങനെ അതിശയിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. എന്താ സന ബേബി ഇങ്ങനെ എല്ലാം കണ്ടിങ്ങനെ അതിശയിച്ച് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അല്ലേ മോളെ? വീടെത്താറായപ്പോൾ സ്റ്റാമിനയൊക്കെ കഴിച്ച്, കാരണം നല്ല കയറ്റമുണ്ട്. ഇപ്പോൾ കുഞ്ഞിനെയും കൊണ്ട് ആദ്യമായിട്ടാണ് ഇങ്ങനെ നടന്നു വരുന്നത്. അതായത് കുഞ്ഞുങ്ങളെ എടുത്തുകൊണ്ട് നമ്മുടെ സനമോളെ എടുത്തോണ്ട് അല്ലേ മോളെ? ഫാബി ചെരുപ്പൂര് മോളെ. അവള് നടന്നൊന്നുമില്ല, എന്നാലും ഇവിടെ എത്തിയപ്പോ ഞാനങ്ങ് തളർന്നു. വാപ്പ എവിടെ പോയി ഓളെ പറ? വാപ്പ എവിടെ പോയി? മരുന്ന് ഒഴിച്ചിട്ടിരിക്കുന്നല്ലേ കേട്ടാ. അപ്പൊ ഇന്ന് ഭയങ്കര തിരക്കുള്ളൊരു ദിവസമാണ് കേട്ടോ. അപ്പൊ ഇനി കണ്ണിൻ്റെത് ഇനിയിപ്പോ ഷുഗറിൻ്റെത് എന്തെങ്കിലും കൊണ്ടുവന്നതാണോ എന്നൊന്നും നമുക്കറിയത്തില്ലല്ലോ. അങ്ങനെ ഡോക്ടറിനും വൈകുന്നേരത്തേക്ക് അപ്പോയിൻമെന്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ കടല ഫ്രീസറിൽ വെച്ചെടുത്തതാണ്. ഇത് വേവിച്ച കടലയല്ലേ. ഞാൻ സമയമുള്ളപ്പോഴേക്ക് ഇത് കുതിർത്തിട്ട് ഇതുപോലെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചതാണ് കേട്ടോ. അപ്പം ഇനി ഇത് നമ്മൾ വേവിച്ചെടുക്കണം. അപ്പം 2 രീതിയിൽ ഞാനിങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം സവാള ഞാൻ പെട്ടെന്ന് റെഡിയാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈസർ എടുത്തിട്ട് അതൊന്ന് സ്ലൈസ് ചെയ്തെടുക്കുന്നത് കേട്ടോ. അപ്പം ഇങ്ങനെയൊക്കെയുള്ള സമയങ്ങളിൽ പെട്ടെന്ന് ജോലി ഒതുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഈ മെഷീൻസിൻ്റെ ഒക്കെ സഹായം തേടാറുണ്ട് കേട്ടോ.
അപ്പോൾ ദാ സവാളയൊക്കെ സ്ലൈസ് ചെയ്തെടുത്തു. പിന്നെ പ്രഷർ കുക്കർ എടുത്തു. അതിലേക്ക് നമുക്ക് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണയിൽ ഉണ്ടാക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഉലുവ ഉണ്ടല്ലോ, മുഴുവനുള്ള ഉലുവയും പിന്നെ പട്ട, ഗ്രാമ്പു, ഏലക്കായ ഇത് ഇത്രയും കൂടി ഇട്ട് കൊടുക്കാം. അതൊന്ന് മൂത്ത് വരണം കേട്ടോ. മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് ഇതിലേക്ക് ഈ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവാള ഇട്ടിട്ട് ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം ഇതുപോലെയുള്ള ധൃതി പിടിച്ച സമയങ്ങളിലാവുമ്പോഴേക്ക് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എന്തെങ്കിലും അങ്ങനെയൊക്കെ തയ്യാറാക്കാറുള്ളൂ കേട്ടോ. ഇപ്പം പിന്നെ നമ്മളുടെ സനമോളും കൂടി ഉള്ളത് കൊണ്ട് പിന്നെ കൂടുതൽ സമയം എനിക്ക് അങ്ങനെ മറ്റ് കാര്യങ്ങളിലേക്കൊന്നും പോകാനും പറ്റത്തില്ല. അപ്പോൾ പച്ചമുളകും കറിവേപ്പിലയും ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ഇതിലേക്ക് ഇട്ടിട്ട് ഇതാ ഒന്ന് വഴറ്റി കൊടുക്കാണ് കേട്ടോ. അപ്പം ഇപ്പം ഞാനിവിടെ കടലക്കറി ഉണ്ടാക്കിയിട്ട് എനിക്കൊന്ന് സുലു വരുന്ന ആ സമയത്തെങ്ങാണ്ട് ഉണ്ടാക്കിയതാണ് കേട്ടോ. ആ ടൈമിൽ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 2 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഉണ്ടല്ലോ അതും, അതുപോലെ തന്നെ മല്ലിപ്പൊടി ഉണ്ടല്ലോ അത് 2 ടീസ്പൂൺ ഇട്ട് കൊടുത്ത ശേഷം പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്കൊന്ന് വഴറ്റി കൊടുക്കാം. അപ്പോൾ എപ്പോഴും ഈ സവാളയും പൊടികളും ഒക്കെ ഒന്ന് ആ ഒരു പച്ച ചൊവയൊന്ന് മാറിക്കിട്ടണം. അതുവരെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് ഞാനിവിടെ 1 തക്കാളിയാണ് അരിഞ്ഞെടുത്തത്. ആ തക്കാളിയും പിന്നെ നമ്മൾ ഞാൻ ഓവനിൽ വെച്ച് ഒന്ന് കറക്കിയെടുത്തതാണ് കേട്ടോ. ആ കടലയുടെ ഐസ് മാറാൻ വേണ്ടിയിട്ടാണ് ജസ്റ്റ് ഒന്ന് ഓവനിലേക്ക് വെച്ചത്. അല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓവനൊന്നും ഇല്ലാത്തവരാണെങ്കിൽ നമ്മൾ രാവിലെ കുക്ക് ചെയ്യുന്നതിന് ഏകദേശം 1 മണിക്കൂർ മുൻപ് നമ്മൾ ഫ്രീസറിൽ നിന്ന് പുറത്തെടുത്ത് വയ്ക്കുകയാണെങ്കിൽ നമുക്ക് എളുപ്പം നമുക്ക് ഇങ്ങനെ കറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കാം. എത്രയാണോ ഗ്രേവി ആവശ്യം അതിന് പാകത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി കേട്ടോ. അപ്പം ഞാൻ പല രീതിയിൽ നമ്മൾ കടലക്കറി ഉണ്ടാക്കണതിൻ്റെ വീഡിയോ ഒക്കെ ഇതിന് മുൻപ് ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇനിയിപ്പം കുക്കർ മൂടി വെയിറ്റ് ഇട്ടിട്ട് ഒരു 5-6 വിസിൽ വരെ ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പം വെള്ളക്കടലയാണെങ്കിലും ഇച്ചിരി ഒന്ന് വെന്തിരിക്കുന്നത് തന്നെയാണ് നല്ലത്. അപ്പോൾ ദോശമാവ് ഇരിപ്പുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഞാൻ വിചാരിച്ചു എങ്കിൽ പിന്നെ ദോശ ഉണ്ടാക്കാം. ഈ കടല ആയതുകൊണ്ട് ഞാൻ നല്ല മസാല ദോശ പോലത്തെ, അതായത് നെയ്യ് റോസ്റ്റ്, ഗീ റോസ്റ്റ് ഇല്ലേ, അതുപോലത്തെ വലിയ ദോശയല്ലേ ഉണ്ടാക്കുന്നത്. ഇത്രയും വട്ടത്തിലുള്ള ദോശയാണ് ഇന്നിപ്പം ഈ ഒരു കടലക്കറിക്ക് വേണ്ടി ഉണ്ടാക്കുന്നത് കേട്ടോ. ഇപ്പം സമയമൊക്കെ ഉള്ള ടൈമൊക്കെ കൂടുതൽ ഉണ്ടെങ്കിൽ ഞാൻ ഇവിടെ നിന്ന് നമുക്ക് നല്ല ആസ്വദിച്ചൊക്കെ കുക്കിംഗ് ഒക്കെ നടത്താം. അപ്പം ഇതിപ്പം പെട്ടെന്ന് നിസാറിക്കാൻ ഇനിയിപ്പം വരുമ്പോഴേക്ക് വിശക്കത്തില്ലേ, അപ്പോഴേക്ക് പിന്നെ അതിനു മുൻപ് ഇവർക്കുള്ള ഫുഡ് കൊടുക്കണം, പിന്നെ എൻ്റെ സനമോൾക്ക് എന്തെങ്കിലും ഒന്ന് കൊടുക്കണം. അപ്പം അതുകൊണ്ടാണ് പെട്ടെന്ന് ഞാൻ ഇതൊന്ന് റെഡിയാക്കി എടുക്കുന്നത് കേട്ടോ. പിന്നെ കടല റെഡി ആയപ്പോഴേക്ക് ഞാനൊന്ന് ഓപ്പൺ ചെയ്തെടുക്കുകയാണ്. നിങ്ങൾക്ക് ദോശയൊക്കെ ഉണ്ടാക്കാൻ നോൺ സ്റ്റിക്ക് ആണോ അതെ അയൺ കടായി ആണോ ഇഷ്ടം, അതല്ല ബ്രാസിൻ്റെതാണോ ഇഷ്ടം? എനിക്ക് സത്യം പറഞ്ഞാൽ നോൺ സ്റ്റിക്കിൽ എനിക്കിഷ്ടമില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇന്നിപ്പം എനിക്ക് അതൊക്കെ എടുത്ത് വെച്ചിട്ട് ചെയ്യാനുള്ള ആ ഒരു ടൈം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എൻ്റെ ഈ ഒരു നോൺ സ്റ്റിക്കിൽ ഉണ്ടാക്കിയെന്നേ ഉള്ളൂ. അപ്പോൾ ഇതാ കടലക്കറി റെഡി ആയപ്പോഴേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് മല്ലിയിലേക്ക് ഒന്ന് വെതറിയിടാണ്. ഇങ്ങനെയൊക്കെ സെർവ് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. സമയമില്ലെങ്കിലും ഇങ്ങനെയൊക്കെ കൊണ്ടുവയ്ക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. പിന്നെ ഇന്ന് ഉച്ചയ്ക്ക് സിമ്പിളായിട്ടുള്ള ലഞ്ചായിരുന്നു കേട്ടോ. പിന്നെ അതൊന്നും ഞാൻ വീഡിയോ എടുക്കാനൊന്നും പോയില്ല. പിന്നെ എനിക്ക് കുറേ തുണി നനയ്ക്കാനുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞില്ലേ ആകെ ജോലി കുറച്ച് കൂടുതൽ ഉണ്ടായിരുന്നു. അപ്പോൾ ഈ വൈകുന്നേരം ആയപ്പോഴേക്കും ഞാൻ പറഞ്ഞില്ലേ രാവിലെ തന്നെ ഡോക്ടറിൻ്റെ അടുത്ത് വിളിച്ച് അപ്പോയിൻമെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു നിൻസാറിക്ക ഗേറ്റ് തുറന്നു കഴിഞ്ഞാൽ സനമോൾ ഓടി വരുവേ ഗേറ്റ് തുറക്കാനായിട്ട്. ഇപ്പം ഇതൊക്കെയാണ് പരിപാടി കേട്ടോ. നിസാറിക്കയുടെ ഇങ്ങനെ വാലും പിടിച്ച് നടക്കും. ഇന്നലെ ഞാൻ നോക്കുമ്പോഴുണ്ട് നിസാറിക്കയുടെ ഒരു കാലിനെ കെട്ടിപ്പിടിച്ച് വെച്ചിട്ട് നിസാറിക്ക നടക്കുന്നതിനൊപ്പം അവൾ ഈ കാലിനെയും കെട്ടിപ്പിടിച്ച് വെച്ച് നടക്കുവാണ് കേട്ടോ. എന്തൊരു ഇഷ്ടമാണെന്നറിയാവോ. അപ്പോൾ അതെ കാറിൽ കയറാനായിട്ട് പോകുമ്പോഴേക്ക് കൂടെ അങ്ങ് പോവുകയാണ് കേട്ടോ. ഇങ്ങനെയാണ് കേട്ടോ, കയറി അങ്ങ് നേരെ ഫ്രണ്ടിൽ ഇരിക്കും. പിന്നെ ഫാബിമോൾ കയറുമ്പോഴാണ് ബാക്കിലേക്ക് കുഞ്ഞിനെ അങ്ങ് കൊടുക്കുന്നത്. ഇപ്പം ജസ്റ്റ് അവളുടെ ഒരു മനസ്സമാധാനത്തിന് ഇവിടെ നിന്ന് കാർ ഇറക്കുമ്പം ഇങ്ങനെ ഒന്ന് ഇരുത്തി കൊടുക്കുന്നതാണ് കേട്ടോ. അവൾക്കറിയാം വാപ്പ അവളുടെ എല്ലാ പ്രായത്തിനും കൂട്ട് നിൽക്കും എന്നുള്ളത്. ഇതാ കണ്ട ഇങ്ങനെ അങ്ങ് ഇരുത്തും. അപ്പം ഞാനാണെങ്കിൽ ഞാൻ പറയും വേണ്ട മോളെ ഇങ്ങോട്ട് വാ എന്നൊക്കെ പറയുവേ. അപ്പം അതുകൊണ്ടാണ് ഇപ്പം നിസാറിക്കടുത്താണ് അവൾക്ക് വലിയ കാര്യം. അപ്പോൾ ഡോക്ടറിനെ വിളിച്ചപ്പോഴേക്ക് 5:30ക്കാണ് അപ്പോയിൻമെൻറ്റ് തന്നത് കേട്ടോ. അപ്പോൾ ഇനിയിപ്പം ട്രാഫിക്കൊന്നും കാണൂല എന്ന് വിചാരിച്ചിട്ട് പോവുകയാണ്. ഇന്നലെ നമ്മളുടെ ഇവിടെ ട്രിവാൻഡ്രത്ത് നല്ല ട്രാഫിക്കായിരുന്നു കേട്ടോ. ഭയങ്കര ട്രാഫിക് ബ്ലോക്ക് തന്നെയായിരുന്നു. ബേബി മടിയിലിരുന്നേ, അങ്ങോട്ട് മടിയിലിരുന്നേ. ഞങ്ങളെ ഇതിനിടയിൽ ഷോപ്പിങ്ങിനായിട്ട് പോയ സമയത്ത് ആ ഷോപ്പിംഗ് മാളിൻ്റെ ഫ്രണ്ടിൽ കുറച്ച് പേര് നിൽപ്പുണ്ടായിരുന്നു. എന്നിട്ട് അപ്പോൾ സൽമാൻ കാർ പാർക്ക് ചെയ്യാൻ പോകുന്നതേ ഉണ്ടായിരുന്നുള്ളൂ.
നിസാറിക്ക വന്നില്ലേ? ഈ തിരക്കുണ്ട ഇവിടെ വീതി കൂട്ടുന്ന പ്രമാണിച്ചേ കണ്ട ട്രാഫിക്, ഏറ്റവും കൂടുതൽ ട്രാഫിക് റഷുള്ള സ്ഥലം ഇതായിരുന്നു. നോക്കി ബിൽഡിംഗ് ഒക്കെ ഇടിച്ചു. പക്ഷെ ഇപ്രാവശ്യം കുറേ പേർക്ക് നല്ല പൈസ കിട്ടിയല്ലേ? ഇത് നല്ല ഇപ്പൊ ഗവൺമെന്റ് കൊടുക്കുന്ന മറ്റേ പണ്ട് പൊന്നും വില എന്നാണ് പറഞ്ഞത് തരുന്നത്. പൊന്നും വില വെച്ചാൽ ഇപ്പോഴത്തെ പൊന്നും വിലയും നല്ല വില തന്നെ. പക്ഷെ അതൊക്കെ മാറി. ഇപ്പൊ സെന്റിന് 40 ലക്ഷം രൂപയൊക്കെയാണ് ഈ റോഡ് സൈഡിലേക്ക് കൊടുത്തത്. തിരക്കോട് തിരക്ക്. എന്തെങ്കിലും ഒരു അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിലാണ് പാട് കേട്ടാ. രാവിലെ പോയി ആ കണ്ണാശുപത്രി പോയി കണ്ണിൽ മരുന്നൊഴിച്ച് 1 മണിക്കൂർ ഇരുന്നില്ലേ, ഇപ്പൊ കണ്ണെല്ലാം പടർന്നത് പോലെയാണ് ഇരിക്കുന്നത്. ഞാൻ ഓടിക്കണം. പിന്നെ അടുത്തത് ഇന്ന് എനിക്ക് ഹോസ്പിറ്റൽ ഡേ എന്ന് പറയത്തില്ലേ സാർ, അതാണ് എന്റെ അവസ്ഥ. ദിവസമായിട്ട് പറഞ്ഞോണ്ടിരുന്ന അതെ, നിസാർക്ക് അങ്ങനെ ഹോസ്പിറ്റലിലൊന്നും പോകത്തില്ല കേട്ടോ. ഇന്നിപ്പോ ഡോക്ടറിനെ കാണാനാണ് പോണത്, ഹോസ്പിറ്റലിലല്ല. നിസാർക്ക് അങ്ങനെ അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്നും പോകത്തില്ല. പക്ഷെ ഇപ്രാവശ്യം എന്തോ കണ്ണിനും ഇങ്ങനെ വന്നു കഴിഞ്ഞിട്ട് പിന്നെ വിചാരിച്ച് എന്തായാലും ഒന്ന് ചെക്കപ്പ് ചെയ്യാം, അങ്ങനെ പോണതാണ്. ഈ കണ്ണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാല് സമയം ബാക്കി ഏത് സാധനം പിന്നെ എല്ലാം ഏത് അവയവം എടുത്താലും അതിൻ്റെതായിട്ടുള്ള പ്രത്യേകത ഉണ്ട് ഇല്ലേ? പക്ഷെ കണ്ണിന്റെ ഒരു വല്ലാത്ത തന്നെ, ആ കണ്ണിന്റെ ഒരു പാട പോലെ. നമ്മളെങ്ങനെ അറിയാം, ഈ മണ്ണെണ്ണ വിളക്കൊക്കെ കത്തിക്കുമ്പോ ഒരു പുക വരില്ലേ, കരിയുള്ള പുക, അതിങ്ങനെ എവിടെയെങ്കിലും ഉറച്ചു നിന്നിട്ട് അതിങ്ങനെ ഫിലിമിൽ നീങ്ങുന്ന പോലെ തോന്നി എന്റെ കണ്ണിന്. അപ്പൊ ഞാൻ ആദ്യം വിചാരിച്ചെന്താന്നറിയാം, പണ്ട് ബൈക്ക് ഓടിച്ചപ്പം 2 ദിവസം മുൻപ് ബൈക്കില് പോകുമ്പോഴേക്കും പക്ഷെ അവര് ഈ മരുന്നൊഴിച്ചിട്ടേ കംപ്ലീറ്റ് തിരിച്ചു മറിച്ചും ഒക്കെ എല്ലാം ശ്രദ്ധിച്ചു. അവര് വലിയ ഇത് വെച്ചിട്ട് നോക്കി, മിഷ്യൻ വെച്ചിട്ടേ. അല്ല, എന്തെങ്കിലും ഉണ്ടെങ്കിൽ കണ്ടുപിടിച്ചാണ്. കാരണം അന്ന് എന്റെ കണ്ണ് ആ വാഴത്തട വീണപ്പം ആ പിറ്റേ ദിവസം പോയപ്പോ അവരെന്ത് പറഞ്ഞ് നല്ല അത് ഇതായിപ്പോയെന്ന് പറഞ്ഞില്ലേ. അപ്പൊ അതുകൊണ്ട് ഇവരെല്ലാം നോക്കിയിട്ട് മാത്രമല്ല ഒരു ടാബ്ലറ്റും തന്നു. എന്നിട്ട് അവര് പറഞ്ഞു വേറൊന്നും ഇല്ല, കുഴപ്പമായിട്ടൊന്നും കാണുന്നില്ല, ഇനി അടുത്ത ആഴ്ച പോയി ഒരു ഇതിന്റെ ഒരു കൺസൾട്ടന്റ്, റെറ്റിനയുടെ കൺസൾട്ടന്റ് ഒന്ന് കാണണമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്പോയിന്റ്മെന്റ് അത് തന്നു അടുത്ത ആഴ്ച. അപ്പൊ കണ്ണിന്റെ കേസൊന്നും നമ്മൾ നിസ്സാരമായിട്ട് കളയില്ല. ഞാന് സത്യം പറഞ്ഞ വണ്ടി ഓടുന്നിടത്തോളം ഓട്ടെന്ന് വിചാരിക്കുന്ന ഒരാളാണ് ഞാൻ. ഇപ്പൊ അവര് പറഞ്ഞു ഷുഗറൊക്കെ ഒന്ന് ചെക്ക് ചെയ്യണം. അങ്ങനെ ഡോക്ടറെ കാണുന്ന അപ്പോയിന്റ്മെന്റ് കിട്ടിയത് വൈകിട്ട്. അപ്പൊ ഇന്ന് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു സംഭവമാണ് മാങ്ങ, ചക്ക. അതൊക്കെ ഇല്ലാതെ നമ്മളെന്ത് ജീവിതം? ഉള്ള സമയം ഇങ്ങനെയുള്ളതൊക്കെ കഴിച്ച് ജീവിക്കണമെന്നാണ് നിസ്സാരക്ക് പറയാൻ. എന്ന് പറഞ്ഞ് അമിതാഹാരം കഴിക്കുന്ന ഒരാളും ഇല്ല നമ്മളുടെ. ഞാൻ അത് കഴിക്കുന്നില്ല, ശ്രദ്ധിച്ചിട്ടുണ്ട്. ഞാൻ അത് കഴിക്കുന്നതൊക്കെ ഉള്ളതുകൊണ്ട് ബാക്കി ആഹാരങ്ങളെല്ലാം ഞാൻ കൺട്രോൾഡാണ്. ചോറ് കുറച്ച്. അല്ല, നിസ്സാരക്കൊക്കെ അങ്ങനെ ഇങ്ങനെ ഒരുപാട് അങ്ങനെ ആഹാരത്തിനോടൊന്നും പ്രിയമുള്ള ഒരാളൊന്നും അല്ല. ഇതൊക്കെ കിട്ടണമെങ്കിൽ ചക്ക മാങ്ങയൊക്കെ ഭയങ്കര, ഇനി എത്ര സത്യം പറയട്ടെ, ഇപ്പോഴും ഫ്രീസറിൽ ഞാൻ കുറച്ച് വെച്ചിട്ടുണ്ട്. എല്ലായിടത്തും ചക്ക തീരുമ്പോ ഞാൻ എടുക്കും. തീരുമ്പോഴേ അത് പുറത്തെടുക്കത്തുള്ളൂ എന്നാണ് പറയുന്നത്. പിന്നെ ഞാനേ ഇതിനിടയിൽ ഞാനൊരു കാര്യം പറയണമെന്ന് വെച്ചാണ്, ഞങ്ങൾ ഇതിനിടയിൽ ഒരു ഷോപ്പിങ്ങിനായിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടാ. അന്ന് നിസാർക്ക് ഇല്ലായിരുന്നു. അപ്പൊ ഞാനും ഫാബി മോളും സൽമാനും കൂടിയിട്ടാണ് പോയത്. അപ്പൊ ചെറിയ മഴ പെയ്യുന്നുണ്ടായിരുന്നു. ഞങ്ങൾക്ക് അവിടെ കാർ പാർക്കിംഗ് കിട്ടിയില്ല. അപ്പൊ സലു പറഞ്ഞു ഞാൻ കാർ പാർക്ക് ചെയ്തിട്ട് വരാം, നിങ്ങൾ കേറിക്കോന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ഫസ്റ്റ് അപ്പം ഈ ബ്രാൻഡ് ഫാക്ടറി കണ്ടപ്പോഴേക്കും ഞാൻ പറഞ്ഞു എങ്കിൽ നമുക്ക് അങ്ങോട്ടേക്കൊന്ന് കേറിയിട്ട് അപ്പുറത്തേക്ക് പോവാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ കേറാൻ നിൽക്കുമ്പോഴേക്ക് ഒരു പെൺകുട്ടി ഓടി വന്നിട്ട് പറഞ്ഞ് മാഡം ഇതൊരു കൂപ്പണാണ് കേട്ടാ, പേരെന്തുവാണെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ ഈ മഴയും പെയ്തുകൊണ്ടിരിക്കുന്നത്, സനമോൾ എന്റെ കയ്യിലിരിക്കുന്നത്. അപ്പൊ ഞാൻ പെട്ടെന്ന് പറഞ്ഞു സമീറ എന്ന് പറഞ്ഞു. അപ്പൊ പറഞ്ഞ് ഒന്ന് ഫോൺ നമ്പർ, നിങ്ങളുടെ ഫോൺ നമ്പർ ഒന്ന് പറയാവോ എന്ന് ചോദിച്ചു. ഞാൻ ഫോൺ നമ്പരും കൊടുത്തു കഴിഞ്ഞ ശേഷം അവർ അഡ്രസ് ചോദിച്ചാ മോളെ, അഡ്രസ് അവരെന്റെ അടുത്ത് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഇല്ല നമ്പർ മതി എന്ന് പറഞ്ഞു. ഞാൻ പെട്ടെന്ന് കുഞ്ഞ് കൈയിരിക്കുന്നത് കൊണ്ട് പെട്ടെന്ന് ഞങ്ങള് ഷർട്ട് വാങ്ങിക്കാൻ അകത്തേക്ക് കയറി. അത് കഴിഞ്ഞപ്പോഴാണ് സൽമാൻ വരുന്നത്. അപ്പൊ സൽമാൻ വന്നപ്പോ ഞാൻ പറഞ്ഞു സൽമാൻ ഇങ്ങനെ ഞങ്ങള് താഴെ വന്നപ്പോഴേക്കും ഒരു കുട്ടി നമ്മുടെ പേരും അഡ്രസ്സും ഒക്കെ ചോദിച്ചിരുന്നു. അപ്പൊ എന്തോ ലക്കി ഡ്രോ ചെയ്യുന്നതാണ്, അതിന്റെ കൂപ്പണാണെന്ന് പറഞ്ഞ്. അപ്പൊ പെട്ടെന്ന് സലുവിന്റെ അടുത്ത് ചോദിച്ചു എന്നിട്ട് ഉമ്മ അത് ഫില്ല് ചെയ്ത് കൊടുത്തോന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു ഫില്ല് ചെയ്ത് കൊടുത്തെന്ന് പറഞ്ഞു.
എന്തിനു ഫില്ല് ചെയ്ത് കൊടുത്ത് ഉമ്മ എന്തിനു ഫില്ല് ചെയ്ത് കൊടുത്ത് സലു അങ്ങ് ഭയങ്കര ഒരു ദേഷ്യം മാതിരി എൻ്റെ അടുത്ത് പറയണേ എന്തിനു ഫില്ല് ചെയ്ത് കൊടുത്ത്, എന്തിനാണ് വെറുതെ ആവശ്യമില്ലാത്ത കാര്യം ചെയ്തതെന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു പെട്ടെന്ന് നമ്മളിങ്ങനെ കയറി വന്നപ്പം അവർ ചോദിച്ചപ്പോഴേക്ക് ഞാൻ ആ ചെയ്തതാണ് സലു എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞ് എങ്കിൽ പിന്നെ അമ്മ താഴെ ചെന്നിട്ടേ അവരെ അത് അങ്ങ് ആ കൂപ്പൺ വാങ്ങിച്ചിട്ട് അങ്ങ് കീറി കളഞ്ഞേക്കെന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു കുഴപ്പമില്ല, ഫോൺ നമ്പർ കൊടുത്തത് എൻ്റെ ഫോൺ നമ്പർ അല്ല സലു, വാപ്പാടെ ഫോൺ നമ്പറാണ് കൊടുത്തത്, വിളിക്കണവർ വാപ്പായെ വിളിക്കും, വാപ്പ അങ്ങനെ ഇങ്ങനെ. നിസ്സാർക്കൊക്കെ ഞാൻ എപ്പോഴും പറയത്തില്ലേ ഫോൺ അങ്ങനെ ഒന്നും വലിയ അറ്റൻഡ് ചെയ്യുന്ന ഒരാളൊന്നും അല്ല. അപ്പം ഞാൻ പറഞ്ഞ് കുഴപ്പമില്ല, വാപ്പാടെ നമ്പർ നമ്മൾ എടുത്താലല്ലേ പ്രശ്നമുള്ളൂ സലു എന്ന് പറഞ്ഞു. അതങ്ങനെ അങ്ങ് കഴിഞ്ഞ്. അപ്പോൾ ഇന്ന് കോള് വന്നിരിക്കുകയാണ് കേട്ടോ. എന്ന് നിസാറയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞിട്ട് സനമോളയും കൊണ്ട് അവിടെ കിടക്കുമ്പോഴാണ് കോള് വന്നത് അല്ലേ. ആദ്യം എന്താ പറഞ്ഞേ? അവര് പറഞ്ഞു നിങ്ങളെ വിജയിയായിട്ട് തെരഞ്ഞെടുത്തിരിക്കുന്നു നിങ്ങള്. അപ്പൊ ഞാൻ എവിടെ നിന്നൊക്കെ ചോദിച്ചു. അപ്പൊ ഞാൻ എന്തായാലും ഒരു തമാശ തോന്നിയുണ്ടേ ഞാൻ പറഞ്ഞ് എനിക്ക് തോന്നി, എനിക്ക് മനസ്സിലായില്ല, എനിക്ക് ഈ ടൂണ് കേട്ടപ്പോൾ മനസ്സിലായി. ഞാൻ പറഞ്ഞു ഒരു കാര്യം കുറച്ച് ഒരു അരമണിക്കൂർ കഴിഞ്ഞ് വിളിയെന്ന് പറഞ്ഞു. അങ്ങനെ അരമണിക്കൂർ കഴിഞ്ഞ് വിളിക്കാന്ന് ഞാൻ കട്ട് ചെയ്തു. പിന്നെയാണ് രണ്ടാമത് വിളിച്ചപ്പോഴാണ് ഞാൻ നിന്റെ കൂടെ തന്നത്. നീ റെക്കോർഡ് ചെയ്തില്ല സംഭവം. അത് ഞാൻ കേൾപ്പിച്ചു തരാം. അപ്പൊ പിന്നെ അത് പറയേണ്ട കാര്യമില്ല. അതെ മാം, റീസെന്റ് ആയിട്ട് ഒരു കൂപ്പൺ ഫില്ല് ചെയ്തിട്ടില്ലായിരുന്നോ മാം? എവിടെ നിന്നാണ് കൂപ്പൺ ഫില്ല് ചെയ്തത്? മാം, ഞങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നത് കുന്നിൽ ഹൈപ്പർ മാർക്കറ്റ്, സിയോ മാർട്ട്, അതുപോലെ തന്നെ ഫാഷൻ ഫാക്ടറി പോലത്തെ ഷോപ്സിലും കൊടുത്തിട്ടുണ്ടായിരുന്നു. അതെ 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 അതെ. അപ്പൊ മാമിന്റെ നെയിമിലുള്ള കൂപ്പൺ ലക്കി ഡ്രോയിൽ വിൻ ചെയ്തിട്ടുണ്ടായിരുന്നേ മാം. ആഹാ. ഇത് കിട്ടിയിരിക്കുന്നത് ഒരു 2 night and 3 days വരുന്ന അക്കോമഡേഷൻ ഗിഫ്റ്റ് വൗച്ചറും അതോടൊപ്പം തന്നെ 3 months വാലിഡിറ്റി വരുന്ന ഒരു കപ്പിൾ മൂവി ടിക്കറ്റും ആണ്. മാമിന്റെ ഹസ്ബൻഡിന് ഇഷ്ടപ്പെട്ട ഒരു മൂവി 3 monthsനുള്ളിൽ കാണാൻ പറ്റുന്നതാണ്. അക്കോമഡേഷനിൽ 8 ലൊക്കേഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ഇന്റർനാഷണൽ ആണെങ്കിൽ ഇന്തോനേഷ്യ, തായ്ലൻഡ്. ഡൊമസ്റ്റിക് ആണെങ്കിൽ കൊടൈക്കനാൽ, ഗോവ, മണാലി. അപ്പൊ മാമിന്റെ ഹസ്ബൻഡിന് ഇന്ന് ഈവനിങ് വന്ന് കളക്ട് ചെയ്യാവോ? വൈകുന്നേരം 4 മണി മുതൽ രാത്രി 9 മണി വരെ വരുന്നത്. അപ്പൊ നിങ്ങള് റെക്കോർഡ് ചെയ്ത സംഭവം നിങ്ങൾ കേട്ടല്ലോ. ഇതൊരു തമാശക്ക് റെക്കോർഡ് ചെയ്യാണ്. തമാശ വെച്ചാൽ ഇതിനകത്ത് കാര്യമുണ്ട്. കാര്യം വെച്ച് കഴിഞ്ഞാല് ഞങ്ങൾ അബുദാബി ഇരുന്നപ്പോഴത്തേക്ക് ഇതേപോലെ ഞങ്ങളൊരു സിനിമയ്ക്ക് പോയി. അന്ന് നമ്മള് എത്രയോ നാള് കൂടിയിട്ട് ഒരു സിനിമ കാണാൻ പോയതാണ് കേട്ടാ. മോഹൻലാലിന്റെ ഒരു സിനിമയായിരുന്നു. അങ്ങനെ ആ സിനിമ കണ്ടിട്ടിറങ്ങിയപ്പോഴല്ലേ കൂപ്പൺ തന്നത്. നമുക്ക് ഇതുപോലെ ഒരു കൂപ്പൺ തന്നു. അങ്ങനെ ആ കൂപ്പൺ ഞങ്ങൾ കൊണ്ടുപോയി അവര് ഫില്ല് ചെയ്തൊക്കെ വാങ്ങിച്ചു കഴിഞ്ഞല്ലോ. അത് കഴിഞ്ഞപ്പോ കോള് വരുന്നത് നിസാർക്കാണ് കോള് വരുന്നത്. ഇതുപോലെ തന്നെ അന്ന് വലിയ എക്സൈറ്റ്മെന്റ് ആയിരുന്നു. കാരണം നമ്മള് ലക്കി ഡ്രോ നമുക്ക് 2 നൈറ്റ് എത്ര വർഷം മുന്നേ ആണ് അവരവർ 2 നൈറ്റ് സ്റ്റേ, പിന്നെ എന്തൊക്കെ ഓഫേഴ്സ് വെച്ചാ തായ്ലൻഡില് നമുക്ക് 2 ഡേയും 3 നൈറ്റ്സും സ്റ്റേ ചെയ്യാം. പിന്നെ വേറെ എന്തൊക്കെ ഉണ്ട്. നിങ്ങൾ ജസ്റ്റ് വന്നു അത് കൂപ്പൺ കളക്ട് ചെയ്യുക. പക്ഷെ വരുമ്പോ വൈഫും ഇതില് പറഞ്ഞ പോലെ തന്നെ ഹസ്ബൻഡ് ആൻഡ് വൈഫ് വരണമെന്ന് പറഞ്ഞു. അപ്പൊ നിസാർക്ക് വീട്ടിൽ വന്ന് ഇത് പറഞ്ഞത് എനിക്ക് ഭയങ്കര സന്തോഷം. കാര്യം എന്താണെന്നറിയോ, എനിക്കാണെങ്കിൽ ഞാനിങ്ങനെ ടൂറ് പോകാനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. അപ്പം നിസാർക്ക് അപ്പൊ വിചാരിച്ച ഇവൾക്ക് ഇങ്ങനൊക്കെ പോണതും ഇഷ്ടമാണല്ലോ, അപ്പൊ നമുക്ക് അവിടെ ചെല്ലാന്ന് പറഞ്ഞു. അങ്ങനെ നമ്മള് അവിടെ ചെല്ലണം. അബുദാബിയിൽ എവിടെയായിരുന്നു നമ്മൾ അത് ഓർക്കുന്നുണ്ടാ? മറ്റേ ഇതില് ഖലീഫ സ്ട്രീറ്റ് അല്ല, ഒരു വലിയൊരു ബിൽഡിംഗ് ജിമ്മും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു സ്ഥലമാണ്. അങ്ങനെ ഞങ്ങൾ അവിടെ ചെല്ലുമ്പോഴേക്ക് കുറേ ഫാമിലികൾ അവിടെ ഇരിപ്പുണ്ട് കേട്ടാ. അങ്ങനെ ഇങ്ങനെ റൗണ്ട് ചെയ്ത് ഓരോരോ ടേബിളിലും ഓരോരോ ഫാമിലിയുണ്ട്. അപ്പൊ നമ്മൾ കയറി പോകുമ്പോഴേ അവിടെ ക്ലാപ്പ് ചെയ്യുന്നു. അങ്ങനെ കുറച്ച് ഇങ്ങനെ അങ്ങനെ ഭയങ്കര ആൾക്കാർക്ക് ഭയങ്കര സന്തോഷിച്ച് കുറച്ച് പോയിട്ട് പോകുന്നു. സംഭവം ഞാൻ അവിടെ ശ്രദ്ധിച്ച് നമ്മൾ കയറിയ പിന്നെ ഇറക്കൂല. അതിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവിടെ കയറി ചെന്നപ്പോഴേക്കുണ്ട് ഇവര് നമ്മുടെ ടേബിളിലും ഒരു കുട്ടി വന്നു. ആ കുട്ടിയുടെ പേര് ഇന്ന് ഞാൻ ഓർക്കണ്ട്, വർഷ എന്നാണ് പേര്. പിന്നെ വർഷ പൊടിയിട്ട് നോക്കിയിട്ട് കണ്ടിട്ടില്ല കേട്ടാ. അങ്ങനെ ആ കുട്ടി വന്നിട്ട് ഞങ്ങളുടെ അടുത്ത് ഇങ്ങനെ ഇതേക്കുറിച്ച് മാഡത്തിന് ടൂറൊക്കെ പോകാൻ ഭയങ്കര ഇഷ്ടമാണെന്ന് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ഒരു സ്വാഭാവികമായിട്ട് നമ്മളിങ്ങനെ അവിടെ ചെന്നിരുന്ന് ഇങ്ങനൊക്കെ അവര് ഇതിന്റെ ബ്രോഷയൊക്കെ എടുത്ത് വെച്ചിട്ട് കാണിക്കുമ്പോഴേക്ക് ഇന്നാണെങ്കിൽ ഞാൻ അതിൽ വീഴത്തില്ല, അന്ന് വീഴും. ഒന്ന് ആലോചിച്ച് നോക്കണം. അപ്പൊ എനിക്ക് ഭയങ്കര ഇത്. അപ്പൊ നിസാറിക്കാണെങ്കിൽ നിസാറിക്കൊക്കെ അറിയാം, നിസാറിക്കയുടെ തിരക്കുകളും ഒക്കെ കൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ടൂറും കാര്യങ്ങളും ഒന്നും നടക്കുന്നില്ലാത്തൊരു സമയം കൂടിയാണ്. അപ്പൊ ഇതൊരു അവസരം വന്നതല്ലേ, നടക്കും എന്ന് കരുതി. എന്ത് പറയാൻ, അവരിങ്ങനെ നമ്മളെ ഇട്ട് ഇങ്ങനെ ബ്രെയിൻ വാഷ് ചെയ്തു എന്ന് തന്നെ പറയാം അല്ലേ. സംസാരിച്ച് നിസാർക്കയുടെ കയ്യിൽ. അപ്പൊ
ഇത്രയും പറയുമ്പോഴേക്കും എനിക്ക് ഒന്ന് ചിന്തിക്കണം എന്നുണ്ടായിരുന്നു. അപ്പൊ ഞാൻ നിസാർക്ക് വിളിക്കാൻ പറ്റില്ലല്ലോ, കാരണം ചുറ്റിനും ആളിരിക്കുകയാണ് കേട്ടാ, ഇവരുടെ തന്നെ ആൾക്കാരിയ്ക്കുകയാണ്. ഞാൻ കാലിട്ട് ഇങ്ങനെ നിസാർക്ക് കൊട്ടാണ് കേട്ടാ, കാരണം വേണ്ടാന്നുള്ള. നിസാർക്ക് പേഴ്സ് കയ്യിൽ നിന്ന് എടുത്തിട്ട് കാർഡ് എടുത്തപ്പോ അന്ന് എത്ര റിയാല്? അന്ന് ഇവര് പറഞ്ഞ് ഒരു ഓഫർ ഉണ്ട്, 16,500 ദിർഹമാണ് ഈ ഒരു പാക്കേജ്. അന്ന് എത്ര വർഷം പറഞ്ഞത്? 25 വർഷത്തേക്കുള്ള ഒരു കാർഡുണ്ട്. ഒരു കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഈ കാർഡ് ഉപയോഗിച്ചാൽ നിങ്ങളെ ഫാമിലി എല്ലാവർക്കും ഫാമിലിക്ക് എല്ലാവർക്കും ഉമ്മാക്കും വാപ്പാക്കും ഇത്രയും പേർക്ക് നിങ്ങൾക്ക് വർഷത്തില് ഒരു 7 ദിവസത്തെ പാക്കേജ് ഫ്രീ ആണ്. പിന്നെ അത് ജിം ഉപയോഗിക്കാം, മറ്റേ ഉപയോഗിക്കാം, മറിച്ച് ഉപയോഗിക്കാം എന്നൊക്കെ പറഞ്ഞപ്പോ എല്ലാവരും കേട്ടപ്പോ നമുക്ക് ഇല്ലാത്ത സമയം ഇതൊക്കെ നടക്കുമല്ലോ എന്നുള്ള ധാരണയിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു. 16,500 ദിർഹമിന്റെ ആണ് ഇത്. പക്ഷെ ഇപ്പൊ നിങ്ങൾ എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് എത്ര 13,500 ദിർഹമിൽ കിട്ടും. അതായത് അതൊക്കെ വരും. ഞാൻ വിചാരിച്ചു അപ്പോഴത്തെ ആ പൈസ വെച്ച് നോക്കുമ്പോ അന്ന് വലിയ ഇത് തോന്നിയില്ല, എടുത്തു. അപ്പോഴേ തന്നെ അവര് പറഞ്ഞു നിസാർക്ക് ഈ കാർഡ് എടുത്ത് അവരെ കൊടുക്കണത് അവർ അപ്പോഴും തന്നെ 5,000 ദിർഹം അപ്പോഴേ ആയി. അത് കഴിഞ്ഞിട്ട് ഈ 13,000 ദിർഹത്തിന്റെ അന്നത്തെ സത്യം പറഞ്ഞ വേറൊരു വാസ്തവം ഇതിൽ പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ 1 രൂപ പോലും അല്ലെ നമ്മൾ ചെലവാക്കിയില്ല എന്നുള്ളതാണ്. നമുക്ക് കിട്ടിയ ഒരു 2 ഡേ ആൻഡ് 3 നൈറ്റ്സ് എന്ന് പറഞ്ഞിട്ടൊരു ടിക്കറ്റ് അടിച്ചില്ലേ, ലക്കി ഡ്രോ, അതുപോലും നമ്മൾ യൂട്ടിലൈസ് ചെയ്തില്ല. നമുക്ക് എന്തോ ഒരു ചതിക്കപ്പെട്ടു പോയല്ലോ എന്നൊരു തോന്നലായിപ്പോയി ഒരു മാസത്തിനകത്ത് വെച്ച്. കാര്യം വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആൾക്കാരുടെ അടുത്ത് സംസാരിച്ചു തുടങ്ങിയപ്പോഴാണ് പറഞ്ഞത് നിങ്ങൾ മണ്ടനാ ഇതുപോലെയുള്ള ഇതിപ്പോ ചാടുന്നത്. അതിന്റെ കമ്പനിയുടെ പേര് വേറൊന്നുമല്ല, കൺട്രി ക്ലബ്ബ് നമുക്ക് പറയാനൊന്നും വരുന്നില്ല, കാരണം ഇപ്പോഴും ഞങ്ങളുടെ കയ്യിൽ അതിന്റെ ഫയലും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. വിശേഷം അതല്ലാന്നേ, ഇതും കഴിഞ്ഞ് ഞങ്ങൾ അവിടത്തെ അബുദാബിയിൽ ഇപ്പൊ നമ്മൾ പോയടുത്തുള്ള ജിമ്മും ഒക്കെ നമുക്ക് യൂസ് ചെയ്യായിരുന്നു. നമ്മൾ അതൊന്നും യൂസ് ചെയ്തില്ല. ഇവരുടെ ഒന്നും ഒരു ഇതും നമ്മൾ ഫെസിലിറ്റീസ് ഉപയോഗിച്ചില്ല. അപ്പൊ അവര് പറഞ്ഞു നിങ്ങൾ നാട്ടിൽ വരികയാണെങ്കിൽ, നാട്ടിൽ നിർത്തി വരുന്ന സമയമായിരുന്നു. അപ്പൊ അവര് പറഞ്ഞു നാട്ടിൽ നിങ്ങൾക്ക് ഇവിടെ ഉണ്ട്, ഈ ഫെസിലിറ്റി ഒക്കെ ഇവിടെ തന്നെ ഉണ്ടെന്നൊക്കെ പറഞ്ഞു. നമ്മൾ ട്രിവാൻഡ്രം സിറ്റി തന്നെ എന്നൊക്കെ പറഞ്ഞു. ഇവിടെ വന്ന് സ്റ്റാച്യുവിന്റെ അവിടെയാണ് അവരുടെ ഓഫീസ്. അവിടെ പോയി കണ്ടപ്പം പറയുവാണ് പണ്ടുണ്ടായിരുന്നു, ഇപ്പൊ ഇല്ല, ഇപ്പൊ കോവളത്താണ് ഇവരെ ഫെസിലിറ്റി ഉള്ളത്, അവിടെ പോകണം നമ്മൾ ഡെയിലി ജിമ്മിൽ പോകണമെങ്കിൽ. അപ്പൊ പിന്നെ നമ്മൾ ഇവിടെ നിന്ന് നമ്മള് ജിമ്മിൽ പോകാൻ അങ്ങ് കോവളം വരെ പോകേണ്ടി വരും. അപ്പൊ നമ്മൾ ഇത് വേണ്ട. അത് കഴിഞ്ഞപ്പോഴേക്ക് നമ്മൾ ഇതങ്ങ് വിട്ടു. അപ്പം ഞാൻ പറഞ്ഞു പടച്ചവനെ ഒന്നിനും ഒരു ഉപകാരം ഇല്ലാതെ പോലെ ആർക്കെങ്കിലും ആ പൈസ നമ്മൾ കൊടുത്തിരുന്നെങ്കിൽ അങ്ങനെയെങ്കിലും ഉണ്ടായിരുന്നു. ഇപ്പൊ വെറുതെ ഒരു 13,500 ദിർഹംസ് പോയത്. അത് വന്നിട്ട് ഞാൻ ആലോചിച്ചു ആർക്കെങ്കിലും സെക്കൻഡ് ഇങ്ങനെ മറിച്ച് കൊടുക്കാന്നുള്ള രീതിയിൽ പിന്നെയും വിചാരിച്ചു വേണ്ട, ഞാൻ അതിന്റെ എന്തൊക്കെ കുലുമാലുണ്ടെന്ന് അറിയത്തില്ല. ഒരു പ്രാവശ്യം പറ്റിക്കപ്പെട്ടു, അതോടെ പോട്ടെന്ന് ചോദിച്ചു. അപ്പൊ നിസാർക്ക് എന്റെ അടുത്ത് പറഞ്ഞ് ഇതാണ് ഞാൻ ഇങ്ങനെയുള്ള ഇൻസിഡൻസ് 1-2 എണ്ണം നമ്മളുടെ ജീവിതത്തിൽ വന്നപ്പോൾ നമ്മൾ എപ്പോഴില്ല എനിക്കൊരു ഇതിൽ നിന്നൊരു ഗുണം മനസ്സിലായത്, നമ്മൾ ഒരു തീരുമാനവും ചടപിടയെന്ന് എടുക്കല്ലേ. നമ്മൾ ആലോചിച്ച്, നമ്മളിപ്പോ ഒരാളുടെ അടുത്ത് എന്തെങ്കിലും സാരം പറയുകയാണെങ്കിൽ 2 ദിവസം തരും അല്ലെങ്കിൽ 1 ദിവസം തരും, നമ്മൾ ആലോചിച്ച് പറയാം എന്ന് പറയണം. ഇത് ഇവർക്കറിയാം നമ്മളെ മനഃശാസ്ത്രം അല്ലേ, എല്ലാ മനുഷ്യന്മാരെ. അപ്പോഴും സ്പോട്ടിൽ നമ്മൾ ആ വാഗ്ദാനങ്ങൾ കൊടുത്തു കഴിഞ്ഞാൽ വീഴും എന്നുള്ളത് അറിയാം. അങ്ങനെ വീണു പോയതാണ് അന്ന് എന്റെ വെറുതെ 13,500 ദിർഹം പോയി കിട്ടി. അതൊന്നും കുഴപ്പമൊന്നുമില്ല. നമുക്ക് അതൊരു എന്താ പറയാ, നമ്മളുടെ ജീവിതത്തിൽ ഉണ്ടായ ഒരു ദുരനുഭവം. നമ്മുടെ ഈ മറ്റേ ഇതുണ്ടല്ലോ, സ്പീച്ചേഴ്സ് ഉണ്ടല്ലോ, എന്തോ എന്ത് പറയുന്നു, നമ്മളെ മോട്ടിവേറ്റ് ചെയ്യുന്ന പറയാ സ്പീച്ചേഴ്സ്, അവരൊക്കെ പറയുന്നതിനെക്കാട്ടിയും നമ്മളെ എക്സ്പീരിയൻസ് ആണ് എക്സ്പീരിയൻസ്. നമ്മൾ ഇത് ഒരിക്കലും നമ്മൾ മറക്കാത്ത എക്സ്പീരിയൻസ് ആണ്. നമ്മളെ തീരുമാനം ചടപടയെന്ന് അവരെ പ്രസൻസിൽ എടുത്തതുകൊണ്ടുള്ള തെറ്റാണ്. നമ്മള് കാറിൽ ഇങ്ങനെ സംസാരിച്ച് വന്നു. പാവം നമ്മുടെ സനമോള് ഇവിടെ ഉണ്ട്. ഫാബി സംസാരിക്കുവാണെങ്കിൽ പിന്നെ ഡിസ്റ്റർബ് ചെയ്യില്ല കേട്ടോ. മോളൂസേ ചക്കരവാവേ, അവൾക്ക് എല്ലാം അറിയാം, നല്ല മിടിക്ക് മോള, മാഷാല്ലാ. ചക്കരവാവേ ഇങ്ങോട്ട് വാ. മോളൂസേ മോള് എങ്ങോട്ട് പോവുക? ബേബി എങ്ങോട്ട് പോവാ? ചക്കരക്കുട്ടി എങ്ങോട്ട് പോവാടാ? ഹോ ആക്ഷനിലൂടെ എല്ലാം ഒപ്പിക്കും. എങ്ങനെ? ഹായ് ഹായ് ഹായ്. ഒരാള് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കണോ? ഹെയർ സ്റ്റൈൽ ചെയ്യാണ് അല്ലേ? ക്ലിപ്പൊക്കെ എന്ത് ചെയ്ത്? ക്ലിപ്പൊക്കെ ഊരി ഇറങ്ങി. അങ്ങനെ വലിയ ലേറ്റ് ആയിട്ടൊന്നുമില്ല.
ഒരു 10 മിനിറ്റ് ആ ഒരു ട്രാഫിക്കിൽ ഉണ്ടായിരുന്ന ആ ഒരു ലേറ്റ് അത്ര മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ ഇപ്പം ഇതാ നമ്മളിവിടെ ഡോക്ടറിൻ്റെ വീട്ടിലെത്തി. അപ്പോൾ ഇതാ സനമോൾ ഇങ്ങനെ വിളിക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വണ്ടി എവിടെ നിർത്തോ അപ്പം തുടങ്ങും കേട്ടോ. പാപ്പ എന്ന് പറയുമ്പോഴേക്കുണ്ട് നിസാർക്ക് അറിയും മോളെയും കൂടി എടുക്കാൻ പറയും. പിന്നെ നമ്മുടെ അശ്വിനി ഡോക്ടറിൻ്റെ അടുത്ത് ആകുമ്പോഴേക്ക് പിന്നെ വേറെ പ്രശ്നമൊന്നുമില്ല. അങ്ങനെ ഇപ്പം ഇതാ നമ്മൾ നിസാർക്ക് എത്രയോ ദിവസം കൊണ്ട് ഞാൻ പറയുന്നുണ്ടെന്നറിയോ ഒന്ന് ചെക്കപ്പൊക്കെ ചെയ്യാമെന്ന് പറയുമ്പോൾ നിസാർക്ക് കേൾക്കത്തില്ല കേട്ടോ. നിസാർക്ക് ഇങ്ങനെയാണ്, അങ്ങനെ ഹോസ്പിറ്റലിലൊന്നും പോകാൻ വലിയ ഇഷ്ടമുള്ള ആളൊന്നും അല്ല കേട്ടോ. അപ്പം ഞാൻ ബെല്ലടിച്ചപ്പോൾ തന്നെ ഡോക്ടർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാണ് നമ്മുടെ അശ്വിനി ഡോക്ടർ നമ്മുടെ സനമോളെ നോക്കിക്കേ നിസാർക്കയുടെ മടിയിൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ ഞാൻ പറയുന്നുണ്ട് ഇങ്ങ് വാ മോളെ എന്ന് പറയുമ്പോഴേക്ക് ഡോക്ടർ പറഞ്ഞു വേണ്ട കുഞ്ഞല്ലേ, കുഞ്ഞവിടെ ഇരുന്നോട്ടെ എന്ന് പറഞ്ഞു. അതാണ് ഡോക്ടർ കേട്ടോ. അപ്പം നിസാർക്കയുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ ഒന്ന് പറയുകയാണ്. സനമോള് അവിടെ ഇരുന്നിട്ട് ഭയങ്കര സന്തോഷം കേട്ടോ. അപ്പം ഇതിന് മുൻപ് ടെസ്റ്റിന് മുൻപ് കുറച്ച് നാളായി കേട്ടോ എഴുതി കൊടുത്തതിൻ്റെ അതിൻ്റെ റിസൾട്ട് കയ്യിലുണ്ടോ എന്ന് ചോദിച്ചാൽ അങ്ങനെ നിസാർക്കൊക്കെ ചെക്ക് ചെയ്ത് കൊടുത്തു. അപ്പോൾ ഡോക്ടർ ചെസ്റ്റും ഇവിടെ ഒക്കെ ഒന്ന് നോക്കാണ്. അപ്പം നിസാർക്ക ഇങ്ങനെ ശ്വാസം വിട്ട് ഇങ്ങനെ ഡോക്ടർ നോക്കുന്നൊക്കെ സനമോൾ ഇവിടെ ഇരുന്ന് ഇങ്ങനെ അന്തം വിട്ട് വായും പൊളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടാ. അത് കാണേണ്ട ഒരു കാഴ്ച തന്നെയാണ് അവളുടെ ആ ഒരു നോട്ടവും ഭാവവും. സനബേബി ഇവിടുത്തെ ആളായി കേട്ടാ. ഇവിടുത്തെ കൊച്ചോളുടെ ബോളൊക്കെ എടുത്തോണ്ട് വന്നു. ആ ചേച്ചിയുടെ ബോളാ ഇത് സനക്കുട്ടി. അപ്പം നിസാർക്കയ്ക്ക് ചെസ്റ്റിന് ചെറിയൊരു ഇതുണ്ടെന്ന് നിസാർക്ക പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞ് കഫ് സിറപ്പ് തരാം, ആൻറ്റിബയോട്ടിക് ഒന്നും കഴിക്കേണ്ട കാര്യമില്ല, 5 ദിവസം നോക്കിയ ശേഷം പിന്നെ വേണമെങ്കിൽ മാത്രം ആൻറ്റിബയോട്ടിക് എടുത്താൽ മതി എന്ന് പറഞ്ഞു. നിസാർക്ക ഭയങ്കര ഹാപ്പിയാണ് കേട്ടോ അത് കേട്ടപ്പോഴേക്ക്. അങ്ങനെ ഇപ്പോൾ നമ്മൾ ഇനിയിപ്പം തിരിച്ചു പോവാണ്. ശരിക്കും പറഞ്ഞാൽ ഇങ്ങനെ നമ്മൾ ഡോക്ടേഴ്സിനെ കണ്ടിട്ട് അവരുടെ ഒരു അഭിപ്രായം കിട്ടുമ്പോൾ തന്നെ നമ്മളുടെ പാതി അസുഖം മാറും എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയല്ലേ? ഇപ്പം കൊണ്ടുവന്ന് ഇരുത്തുമ്പോഴേക്ക് കരച്ചിലും ഇല്ല വിളിയില്ല ഒന്നുമില്ല. അവളുടെ തലയിലുണ്ടായിരുന്ന ക്ലിപ്പിനെയാണ് ഊരി എൻ്റെ കയ്യിൽ തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് ഞാൻ കൊടുത്തതാണ്. ഇനിയിപ്പം ഇപ്പം അങ്ങോട്ട് പോകുമ്പം ഈ പറഞ്ഞ മാതിരി വലിയ റഷൊന്നും കാണില്ല എന്ന് തോന്നുന്നു. നമ്മളെ അങ്ങനെ ഡോക്ടറിനെ കണ്ടു. നമുക്ക് ഭയങ്കര കംഫർട്ടാണ് അല്ലേ? നമ്മളിപ്പം ഏത് ഡോക്ടറെ സെലക്ട് ചെയ്യുന്ന വെച്ച് കഴിഞ്ഞാല് നമുക്കിപ്പം ഇതിലൊക്കെ ഒരു വിശ്വാസമാണ്. നമ്മളെ മരുന്ന് തരുമ്പോൾ നമുക്ക് കുറയും എന്നുള്ള സ്ഥലത്ത് പോകുമ്പോൾ നമുക്കൊരു ആശ്വാസം. നമ്മൾ ഡോക്ടറെ കണ്ടു കഴിയുമ്പോൾ തന്നെ പകുതി അസുഖം മാറും. അറിയാലോ, സമിക്ക് ഗൾഫിൽ വെച്ചുള്ള പരിപാടി അതായിരുന്നു. നമ്മളിങ്ങനെ ഭയങ്കര പ്രശ്നമൊക്കെ പറയും. നമ്മളൊരു ഫാമിലി ഡോക്ടർ ഉണ്ടായിരുന്നു അവിടെ, ഓർക്കുന്നുണ്ടോ നീ? ആ ഡോക്ടറെ പോയി ചായ കുടിച്ച് വീട്ടിൽ പോയി കണ്ട് സംസാരിച്ച് പറഞ്ഞു വരുമ്പോഴത്തേക്ക് നമുക്ക് പേടിയാണ്. അതുപോലെ തന്നെ പക്ഷെ നമ്മുടെ അശ്വിനി ഡോക്ടറും ആവശ്യമില്ലാതെ മരുന്ന് കൊടുക്കത്തേ ഇല്ല. കണ്ടു കഴിഞ്ഞ് നമ്മളെ ഇരിക്കുമ്പോ തന്നെ നമ്മളെ കുശലൊക്കെ പറഞ്ഞു നമ്മള് വളരെ ഫ്രീ ആയിട്ട്, കാരണം നമ്മൾ അങ്ങനെ ഒരു പേഷ്യന്റ് എന്നുള്ളൊരു ബന്ധമല്ല നമ്മളിപ്പോ. അത് മാത്രമല്ല, നമ്മള് കൂടുതൽ ഇതൊന്നും കുറച്ച് ആൾക്കാരെ കിട്ടിക്കഴിഞ്ഞാലേ നമ്മൾ സംസാരിച്ചിരുന്ന് കാര്യങ്ങളൊക്കെ അന്വേഷിച്ച് മറ്റേ ധൃതി പിടിച്ചുള്ള പരിപാടിയല്ല. അതെ. ഇവിടെ നിന്നൊരു ചിപ്സ് എത്ര വർഷമായിട്ട് അല്ലേ, പണ്ട് നമ്മൾ ഗൾഫിലായിരുന്നപ്പോ ഒരുപാട് വർഷങ്ങൾക്ക് മുൻപ് കേട്ടാ ഇവിടെ ഒരു ചിപ്സ് കിട്ടുവേ. കണ്ണന്റെ കടയിലെ ചിപ്സ് എന്നാണ് പറയണത്. എത്രയോ പ്രാവശ്യം പോയിട്ടുണ്ട്. സാധാരണഗതിയിൽ ഇവിടെ അങ്ങനെ പാർക്കിംഗ് കിട്ടത്തില്ല കേട്ടോ. 2 വീലറിലൊക്കെ വരുമ്പോഴേ വാങ്ങിക്കാൻ നമുക്ക് നിർത്തി വാങ്ങിക്കാനൊക്കെ പറ്റത്തുള്ളൂ. ഇന്ന് എന്തോ ഭാഗ്യത്തിന് പാർക്കിംഗ് കിട്ടി എന്തായാലും. അല്ലെങ്കിൽ പിന്നെ കൊതി മൂത്ത് ചിപ്സ് വാങ്ങിക്കാതെ തിരിച്ചു പോകേണ്ടി വന്നേനെ. എനിക്കാണ് ഞാനൊക്കെ ഗൾഫിൽ പോകുന്നതിനൊക്കെ മുൻപേ നിസാർക്ക് പറയും കേട്ടോ. 30 വർഷങ്ങൾക്കൊക്കെ മുമ്പ് തന്നെ ഇവരെ വീട്ടിൽ നിന്ന് എല്ലാവരും വന്ന് വെക്കേഷന് വരുന്ന സമയത്ത് ഇവിടെ നിന്നാണ് കണ്ണന്റെ കടയിൽ നിന്നാണ് ചിപ്സും വാങ്ങിച്ചിട്ട് തിരിച്ചു പോകുന്നതെന്ന്. നേരെ ഫ്രണ്ടിൽ ആരാണെന്ന് നോക്കിക്കേ, ഓപ്പൺ ഡബിൾ ഡക്കർ. പെട്ടെന്ന് മഴ പെയ്താൽ അല്ലേ നഗരക്കാഴ്ചകൾ ശരിക്കും ഇങ്ങനെയൊക്കെ ഇരുന്ന് പോണം. നമ്മള് അത് തന്നെ. പക്ഷെ നമ്മൾ പോയത് അന്ന് ഡബിൾ ഡക്കറിലാണ്, മറ്റേതാണ്. അപ്പൊ ഇതൊക്കെയാണ് നമ്മളുടെ ഇന്നത്തെ ഒരു ധൃതി പിടിച്ച ദിവസം എന്ന് പറയുന്നത്. അപ്പം നിങ്ങളെല്ലാവരും നിസാർക്കാക്കും നമ്മൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടി ഞങ്ങളും ഞങ്ങളുടെ പ്രാർത്ഥനയിൽ നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുന്നതാണ്. അടുത്ത് നമുക്ക് നല്ല റെസിപ്പിയോ വ്ളോഗോ ആയിട്ടൊക്കെ കാണുന്നത് വരെ എല്ലാവർക്കും ബൈ.